ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല ശക്തമായ ഒരു വിദേശ നിര തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ 6 താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടു. 2 പേരെ ലോണിലാണ് കൈവിട്ടത്. ബാക്കിയുള്ള 4 താരങ്ങളും സ്ഥിരമായി കൊണ്ടാണ് ക്ലബ്ബ് വിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ ISLൽ ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ട് മാത്രമായിരിക്കും കളിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ പുതുതായി കൊണ്ട് 5 വിദേശ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നു. എന്നാൽ മുൻപത്തെ വിദേശ താരങ്ങളെ വെച്ച് നോക്കുമ്പോൾ നിലവാരം കുറഞ്ഞ താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സ്ക്വാഡിനെ വെച്ചുകൊണ്ട് കളിക്കും എന്ന റൂമറുകൾ ഉണ്ടായിരുന്നുവല്ലോ, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നായിരുന്നു ചോദ്യം. അതിനുള്ള മറുപടി ആയിക്കൊണ്ട് അഭിക് പറഞ്ഞിട്ടുള്ളത്, തങ്ങളുടെ ആരാധകർക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞത് ഇതെങ്കിലും ചെയ്യേണ്ടേ എന്നാണ് അഭിക് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആരാധകരുടെ ഹൃദയം ആഗ്രഹിക്കുന്നത് എല്ലാം നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഈ സീസണിൽ കളിക്കുന്ന ടീം എന്ന നിലയിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറച്ചെങ്കിലും ഞങ്ങൾ താല്പര്യം കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പുതിയ വിദേശ താരങ്ങളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ആരാധകർ ആഗ്രഹിച്ചതെല്ലാം നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഏറ്റവും കുറഞ്ഞത് അവർക്ക് വേണ്ടി ഞങ്ങൾ ഇതെങ്കിലും ചെയ്യണ്ടേ? ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതാണ് അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ പ്രതിസന്ധികൾക്കിടയിലും വിദേശ താരങ്ങളെ കൊണ്ടുവരാനുള്ള കാരണം അത് ആരാധകരാണ്, അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ തങ്ങൾ ഈ വിദേശ താരങ്ങളെ സൈൻ ചെയ്തിട്ടുള്ളത് എന്ന ഒരു മറുപടിയാണ് അഭിക് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇത്തവണത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ പ്രതീക്ഷകൾ ഒന്നുമില്ല. കാരണം വിദേശ താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവർക്ക് പലപ്പോഴും മറ്റു ടീമുകളിലെ വിദേശ താരങ്ങളുമായി വെച്ച് നോക്കുമ്പോൾ, അഥവാ മോഹൻ ബഗാനിലെ വിദേശ താരങ്ങളുമായൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ നിലവാരം കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ ISLനെ കേരള ബ്ലാസ്റ്റേഴ്സും ആരാധകരും നോക്കിക്കാണുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.